ശ്രീ ജോസ് തോമസ്, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമുക്കറിയാം എത്രയോ റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ കമ്മിറ്റികളെ നിയോഗിക്കുക, റിപ്പോർട്ടുകൾ വരിക എന്നുള്ളത് ഇപ്പോൾ വളരെ സാധാരണമായി മാറിക്കഴിഞ്ഞു. അതിന് പുറത്ത് നടപടികൾ എടുക്കണം. എനിക്ക് തോന്നുന്നു വിമൻ സിനിമ കളക്റ്റീവ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ളത് മാത്രമല്ല, അതിൽ ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നടപടികൾ ഉണ്ടാകണം. മാത്രമല്ല ഒരു നിയമനിർമ്മാണം നടത്തി അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഇത് വെറുമൊരു പ്രഹസനം മാത്രമായി പോകരുതല്ലോ. അല്ല, ഇതുവരെയുള്ള നിലപാട് വെച്ച് നോക്കിയാൽ ഇതൊരു പ്രഹസനമായി തുടരുകയല്ലേ, പ്രഹസനമായി പോകുമെന്നല്ലേ തോന്നുന്നത്. സർക്കാരിന് സംരക്ഷിക്കേണ്ട ആരൊക്കെയോ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത് മേശപ്പുറത്ത് വെച്ച് അടവെച്ചിരുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇത് WCC അതിനെതിരെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് ഒരു നിർമ്മാതാവിനെതിരെ ഒരു നടിയുടെ പരാതി ഉണ്ടായിരുന്നു, ഒരു സംവിധായകനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികൾക്ക് അല്ലെ ആ സ്ത്രീകൾക്ക് ഈ WCC എന്ത് സംരക്ഷണമാണ് കൊടുത്തത്? എന്ത് സഹായമാണ് ചെയ്തത്? പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒരു സഹായം ചെയ്തു കൊടുത്തതായിട്ടും എനിക്കറിവില്ല. WCC വലിയ ആഘോഷപൂർവ്വം അങ്ങ് ഉണ്ടാക്കി അതിനുശേഷം കുറച്ചു നാളൊക്കെ ഇങ്ങനെ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു എന്നല്ലാതെ പിന്നീട് ആരും അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയോ, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് WCC സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കിയിരുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അവരെവിടെയെങ്കിലും ചർച്ച ചെയ്തു? അവരതിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രതികരിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ പലരെയും വിളിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മൊഴിയെടുക്കുമ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ സംഘടനയുണ്ട് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഓരോ സെറ്റിലും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം, സ്ത്രീകളുടെ സുരക്ഷ കൃത്യമായി പരിപാലിക്കണം എന്ന് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരോടും പ്രൊഡ്യൂസറോടും ഒക്കെ നിർദ്ദേശം കൊടുത്ത സംഘടനയാണ് സർക്കാർ. അവിടെ ഒന്നും ഒരു WCC കണ്ടില്ല, അവരാരും ആവശ്യപ്പെട്ടിട്ടുമല്ല. ഇത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ സ്ത്രീകൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പോ ഈ പ്രശ്നങ്ങൾ അങ്ങനെ സെറ്റുകളിൽ ഉണ്ടാകും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പൊതുവായി സ്ത്രീകൾ സുരക്ഷിതർ തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ. ഇതിനിടക്കാലത്തുണ്ടായ പ്രശ്നങ്ങളായിരിക്കും ഈ ഹേമ കമ്മീഷൻ മുമ്പാകെ സ്ത്രീകൾ അല്ലെങ്കിൽ നടികൾ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇക്കാലയളവിൽ പ്രത്യേകിച്ചും ഈ നടിയുടെ ഇഷ്യൂ വന്നു, നടൻ ഉൾപ്പെട്ട ആ കേസ് വന്നതിന് ശേഷം സിനിമാ രംഗം ഒട്ടൊക്കെ ഭയപ്പാടോടെയാണ് സ്ത്രീകളോട് സമീപിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഏത് നിമിഷമാണ് ഒരു തമാശ പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മറ്റൊരു പരിമിതി. എന്നാൽ അത് വേണ്ട, സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീകളോട് മര്യാദപൂർവ്വം പെരുമാറണം, അവരെ തത്തുല്യരായി കണ്ടുകൊണ്ട് അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കണം എന്ന് കരുതുന്ന സിനിമാ പ്രവർത്തകരാണ് ഇന്ന് ഉള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരുടെ മൊഴിയെടുത്തുകൊണ്ട് അതിൽ സത്യമുണ്ടോ അതോ മനഃപൂർവ്വം പറയുന്നതാണോ എന്ന് കണ്ടെത്തി, അതൊക്കെ കണ്ടെത്താൻ വളരെ ഇവിടുത്തെ നമ്മുടെ പോലീസുകാർക്കോ നിയമപാലകർക്കോ കോടതികൾക്കോ ഒക്കെ കഴിയും. കണ്ടെത്തി ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ആരൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യമെന്നുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് കോടതി നമ്മളെ തുണയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ സജിമോൻ പാറയിൽ കോടതി പറഞ്ഞിരിക്കുന്നു, ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിക്കാകെ വേണ്ടിയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. സിനിമാ ഇൻഡസ്ട്രിയുടെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേയ്ക്ക് പോയത്. അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി, അതിന്റെ പിന്നിൽ ആളുകളുണ്ടോ, അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കും. എന്തായാലും സിനിമാ രംഗം ഒരു പരിഭ്രാന്തിയിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത് ഉൾപ്പെട്ടവരാണോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരാണോ ഒരു റിപ്പോർട്ട് വന്നത് പുറത്തു വരുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഭയപ്പാടോടെ സിനിമാ രംഗം അങ്ങനെ അത് പുറത്തു വരാൻ വെയിറ്റ് ചെയ്യുന്നു. പുറത്തു വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഉണ്ടാവാം. എന്തായാലും എന്റെ അഭിപ്രായം, അല്ലെ ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം, ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക തന്നെ വേണം. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം.
യെസ്, കോടതിയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണ്. അത് നടത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെയാണ് ശ്രീ ജോസ് തോമസ്, ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തുമെന്ന് ഹർജിക്കാരൻ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഹർജിക്കാരൻ്റെ തെറ്റിദ്ധാരണയാണെന്നും കോടതി പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി.